അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ CJPയുടെ സമരം കൊണ്ട്, പ്രത്യേകിച്ച് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം കൊണ്ട് അവർ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്റ്ററുടെ റിസൈനേഷൻ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു, വിദ്യാർത്ഥികൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല. എനിവേ അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെച്ചു. അപ്പോൾ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പുതിയൊരു പാർട്ടി ഉദയം കൊണ്ടിട്ടുണ്ട്. അതാണ് E20 ജനതാ പാർട്ടി. അപ്പോൾ ഇതും ബേസിക്കലി അവർ സോഷ്യൽ മീഡിയയിൽ ജൻസികളും മിഡിൽ ക്ലാസ്സിലെ ആളുകളൊക്കെ രണ്ടാമതായി ടാർഗറ്റ് ചെയ്യുന്ന മോദി മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളാണ് നിതിൻ ഗഡ്കരി. അപ്പോൾ നിതിൻ ഗഡ്കരി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു വെച്ചാൽ, അദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ ഈ എത്തനോൾ ബെൻഡിങ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളായിട്ട് ആ പോളിസി ഉണ്ട്. പക്ഷേ മോദി മന്ത്രിസഭ വന്നതിന് ശേഷം അത് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ അത് നടപ്പിലാക്കാൻ ശ്രമിച്ച മന്ത്രി. സോ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം കൂടാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. കാരണം ഈ എത്തനോൾ ബെൻഡിങ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലൂടെ കോടികളടക്കം വരുമാനം ഫാമിലിക്ക് നേടിക്കൊടുത്ത മനുഷ്യനാണ്. നമ്മുടെ സാധാരണക്കാരായ ആളുകൾ അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ച്, അതായത് എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മൈലേജ് നഷ്ടപ്പെടുന്നുണ്ട്, എൻജിന് ഒരുപാട് ലോസ് ഉണ്ടാകും, എൻജിൻ്റെ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ, ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ നാട്ടുകാരുടെ വണ്ടിയും അതുപോലെ വാഹനങ്ങളും അവരുടെ ഫ്യൂവലിന് വേണ്ടി അവർ ചിലവാക്കുന്ന പൈസയും ഒക്കെ ഒരേപോലെ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ അഗ്രോ ഇൻഡസ്ട്രി 2 കമ്പനികളുണ്ട്. അവരുടെ 2 പ്രധാനപ്പെട്ട 2 കമ്പനികളാണ് സിയാനും മനാസും. അപ്പോൾ അതിൽ നിഖിൽ ഗഡ്കരിയും അതുപോലെ സാരംഗ് ഗഡ്കരിയാണ് ഇതിൻ്റെ ഓണർഷിപ്പിലുള്ളത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡിങ് ആണ്. അപ്പോൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, പെട്രോൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഫ്യൂലായിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ കഴിഞ്ഞ 2026 വെറും 17 കോടി 2025 17 കോടി ഉണ്ടായിരുന്നിട്ട് 2026 ആകുമ്പോഴേക്കും 510 കോടിയിലേക്ക് ഒരു റോക്കറ്റ് പോലെ അവരുടെ ടേൺ ഓവർ പ്രോഫിറ്റ് മാറുകയാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് രോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇനി എന്താണ് എത്തനോൾ ബെൻഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയാം. ഇപ്പോൾ എത്തനോൾ E20 പെട്രോൾ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും, നമ്മുടെ പുറം രാജ്യങ്ങളിൽ പലയിടത്തും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജപ്പാനിലുണ്ട്. ജപ്പാനിൽ എത്തനോൾ ബ്ലെൻഡിങ് ഉണ്ട്. പക്ഷേ E20 ഒന്നുമല്ല. അതായത് 97% പെട്രോളും വെറും 2% മാത്രം എത്തനോൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പെട്രോൾ ബ്ലെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ബ്രസീലിൽ എത്തനോൾ പോലെ ബ്ലെൻഡിങ്ങിലുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പക്ഷേ ജനങ്ങൾക്ക് പ്യൂർ പെട്രോൾ വാങ്ങാനുള്ള ഓപ്ഷനും അതുപോലെ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ വാങ്ങാനുള്ള ഓപ്ഷനും നൽകിക്കൊണ്ടാണ് ഇതെന്ത് ചെയ്ത് പരിഹരിച്ചത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. എല്ലാവർക്കും എത്തനോൾ ബ്ലെൻഡിങ് ആയിട്ടുള്ള പെട്രോളേ കിട്ടത്തുള്ളൂ. മാത്രമല്ല, ഇനി പ്രീമിയം പെട്രോൾ ആണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വാങ്ങിയാലും അതിലും എത്തനോൾ കലർത്തിയിട്ടുള്ള പെട്രോളാണ് കിട്ടുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പമ്പുടമകൾ നടത്തുന്ന, സാധാരണക്കാരായി നടത്തുന്ന കുറേ എക്സ്പെരിമെൻറ്റിലൂടെ അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് കരിമ്പിൻ ജ്യൂസാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വണ്ടിയിൽ വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് എൻജിൻ തകരാറടക്കമുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എത്തനോൾ ബ്ലെൻഡിങ് നമ്മളൊരു പോളിസി ആയിട്ട് നടപ്പിലാക്കുന്നത് ചോദിക്കുമ്പോൾ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ പരമാവധി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡോളർ ഇൻഡെക്സിലൊക്കെ നമ്മുടെ താഴോട്ട് പോകും. നമ്മൾ ഡോളർ കൂടുതൽ വാങ്ങേണ്ടി വരും പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫോറക്സിൽ അത് നമുക്ക് രാജ്യത്ത് നഷ്ടമായി വരും. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവരുടെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം കാർബൺ ഫുട് പ്രിൻറ്റ് കമ്പാരിറ്റീവ് കുറവാണ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ അഗ്രോ പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ കാർബൺ ഫുട് പ്രിൻറ്റ് പരമാവധി കുറക്കാൻ പറ്റുമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ അവകാശപ്പെട്ടാലും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. അതിൽ ഒന്നാമത്തത്, നമ്മളിപ്പോൾ കാർബൺ എമിഷൻ കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പെട്രോളിൻ്റെ കൂടെ എത്തനോൾ കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഷുഗർ കെയിൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഷുഗർ കെയിൻ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കർഷകരുടെ ഫാമേഴ്സിൻ്റെ ഇൻകം ഡബിൾ ചെയ്യാന്നുള്ളൊരു നേട്ടം കൂടി ഇവരെന്ത് ചെയ്യുന്നു, മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഫാമേഴ്സിന് അത് ലാഭമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വാട്ടർ കൺസപ്ഷൻ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ രാജ്യമാണ് നമ്മൾ. ഇപ്പോൾ വാട്ടർ ഇൻഡെക്സിലൊക്കെ 122ഓളം നല്ല ക്വാളിറ്റി വാട്ടർ കിട്ടുന്നിടത്ത് 120ാമത്തെ സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. നല്ല ക്വാളിറ്റി വാട്ടർ ലെവൽ തീരെ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് കൂടിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ, ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് വാട്ടർ കൺസപ്ഷൻ നടത്തുന്ന അഗ്രികൾച്ചറിന് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് എത്തനോൾ ബ്ലെൻഡിങ് കൂടി അതിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, കൂടുതൽ ആൾക്കാർ അത് കൃഷി ചെയ്യും, കൂടുതൽ വെള്ളം ഉപയോഗിക്കും. ഈ വെള്ളം ഇവിടുന്നാണ് ഉപയോഗിക്കുന്നത്. പല സ്ഥലങ്ങളിലും പമ്പ് സെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് വെള്ളം
ഭൂമിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. വാട്ടർ ടേബിളിൽ നന്നായിട്ട് താന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 1915 നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ക്യൂബിക് മീറ്ററിൻ്റെ എണ്ണം 5000 മുകളിലായിരുന്നു. 2014 ശേഷം അത് 1400 ക്യൂബിക് മീറ്ററിൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട് വാട്ടർ ടേബിൾ. അപ്പോൾ വാട്ടർ കൺസപ്ഷൻ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ആ സമയത്താണ് എത്തനോൾ ബെൻഡിങ്ങുമായിട്ട് നിതിൻ ഗഡ്കരിയും അവരുടെ ഫാമിലിയും വരുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ആ സമയത്ത് തന്നെ ഈ വാട്ടർ കൺസപ്ഷൻ കൂടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇത് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് എക്കോ ഫ്രണ്ട്ലി അല്ല എന്ന് തന്നെ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. മാത്രമല്ല ഇത് ഷുഗർ കെയിനാണ് ഇവർ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. ഷുഗർ കെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് വാട്ടർ കൺസപ്ഷൻ നന്നായി നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ അതല്ലാത്ത ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മില്ലറ്റ് ഉൾപ്പെടെയുള്ള ഇതിൽ നിന്ന് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി മില്ലറ്റ് അടക്കമുള്ള ഇതിൽ നിന്ന് എത്തനോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ കുറച്ച് എത്തനോളേ അവർക്ക് കിട്ടുള്ളൂ. അതൊന്നും വാട്ടർ ഇൻറ്റൻസീവ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർ എത്തനോളിൻ്റെ പെർ ക്യാപിറ്റ റിട്ടേണും വളരെ കുറവാണ്. പിന്നെ മാത്രമല്ല ഒരു ലിറ്റർ എത്തനോൾ നമ്മൾക്ക് കലർത്തി എത്തനോൾ നമുക്ക് പെട്രോൾ കലർത്താൻ വേണ്ടി 1 ലിറ്റർ എത്തനോൾ കിട്ടണമെങ്കിൽ 10,000 ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്ത് ഒരുപാട് എത്തനോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇതിനു വേണ്ടി ബ്ലെൻഡ് ചെയ്യിപ്പിക്കാനൊരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം വാട്ടർ കൺസപ്ഷൻ നമ്മുടെ രാജ്യം നടക്കും. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആൾട്ടർനേറ്റീവ് ചോയ്സ് ആണ് ഇത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ മൈലേജ് കുറയുന്നുണ്ട്, വണ്ടിൻ്റെ മൈലേജ് കുറയും. ഇപ്പോൾ എത്തനോൾ 20ൻ്റെ ഒരു കാര്യം 7% ഒക്കെയാണ് മൈലേജ് കുറയുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് പ്രതിഷേധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ E20 എന്നുള്ള E50 ആക്കും. പിന്നെ ഈ 100% എത്തനോൾ കൊടുത്ത് ഫ്യൂല് 100% എത്തനോൾ കൊടുത്തിട്ട് നമ്മൾ വണ്ടി നിരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് അന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞത്. ഈ 100% ഒക്കെ എത്തനോൾ കൊടുത്തു കഴിഞ്ഞാൽ 30% മൈലേജ് കുറയുമെന്നാണ് അർത്ഥം. മാത്രമല്ല ഇങ്ങനെയൊക്കെ ഓക്കെ എത്തനോൾ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പെട്രോൾ പരമാവധി കലർത്തിയിട്ടുള്ള പെട്രോളാണ് വാങ്ങുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് 80% പെട്രോളും 20% എത്തനോളാണ് കിട്ടുന്നത് 1 ലിറ്റർ വാങ്ങുമ്പോൾ. എന്നാൽ നമ്മുടെ ഫ്യൂലിൻ്റെ പ്രൈസ് കുറയുന്നില്ല. നമ്മളിപ്പോൾ ക്രൂഡ് ഓയിൽ കുറേ മിച്ചം വെച്ച് കുറേ ലാഭം നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അതിൻ്റെ ലാഭം കിട്ടുന്നുണ്ടോ? അതും കിട്ടുന്നില്ല. നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടോ? നമുക്കിന്നൊരു 80 രൂപക്കോ അല്ലെങ്കിൽ 100 രൂപക്കോ ഒക്കെ പെട്രോൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ജനങ്ങളെ പരമാവധി ടാക്സ് ടെററിസം നടപ്പിലാക്കി ജനങ്ങളെ പരമാവധി കൊള്ളയടിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇവർ കൊണ്ടുവരുന്നത്. എനിവേ ഈ 20 ജനതാ പാർട്ടി എന്ന പാർട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു ആവേശവും ജനങ്ങൾക്കൊക്കെ ഒരു പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു മാതൃക കോക്രോച്ച് ജനതാ പാർട്ടി ആൾറെഡി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ നമ്മൾ നിതിൻ ഗഡ്കരി കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ലിങ്ക് ചെയ്തുകൊണ്ട് ഈ എത്തനോൾ ബെൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങൾക്കതിൽ ബന്ധമില്ല. ഈ എത്തനോൾ ബെൻഡിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പരിപാടി പെട്രോളിയം മിനിസ്ട്രിൻ്റെ കീഴിലാണ്, അത് എൻ്റെ വകുപ്പിൽ പെട്ടതല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ എത്തനോൾ ബെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യൻ ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. ഫാമിലിക്ക് വേണ്ടിയല്ലേ, ബിസിനസ് അല്ലേ. എനിവേ ഇതിൻ്റെ മൂവ്മെൻറ്റ് എത്രത്തോളം ഒന്നും അറിയില്ല. ഇതും അതുപോലെ ഒരുപാട് വിക്കറ്റുകൾ ഇനിയും തെറിക്കാനുണ്ട്. ജനങ്ങളുടെ ഒരു ഡിസൻറ്റ് അതുപോലെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് എൻകാഷ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് അറിയില്ല. ഇനി ജൻസികൾ തന്നെ ഇറങ്ങി ഈ വിഷയം മുന്നോട്ട് വരുമ്പോൾ ജൻസികൾ മാത്രം ആവണമെന്നില്ല, അത് മിഡിൽ ക്ലാസ്സും സാധാരണക്കാരായ ഹൗസ് ഒരു കാറും വണ്ടിയുമുള്ള എല്ലാ ആൾക്കാരും നിരത്തിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. എനിവേ എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നോക്കിയിരുന്നത് തന്നെ കാണാം.